സമർപ്പിച്ച
ദാരിദ്ര്യത്തിന്റെ ജീവിതത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയമരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് നാഥനുമായിരിക്കും. കർത്താവിന്റെ വചനം. അക്കാലത്ത് യേശു നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തേക്ക് പോയി. മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സറിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയില്ല. ഞാൻ അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് ദഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരുന്നു. അവനെ പറ്റിയുള്ള ഈ വാർത്ത യൂദ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. കർത്താവിന്റെ സുവിശേഷം. പ്രിയ സഹോദരരെ, മരണമടഞ്ഞ സകലർക്കും നിത്യവിശ്രാന്തി നൽകണമെന്ന് മൃഗതാവായ യേശുക്രിസ്തുവിനെ നിർമ്മിച്ച സർവശക്തിയുള്ള പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സമർപ്പിച്ച പ്രിയ സഹോദരങ്ങൾക്ക് നിത്യശാന്തി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മരണപ്പെടാൻ ഞങ്ങളിൽ കേൾപ്പെട്ട എല്ലാ വിധേയന്മാരും, എല്ലാ മാർപ്പാപ്പന്മാരും, അലക്സാണ്ടർ പിതാവും ജോസഫ് പിതാവും, പോൾ ആഗ്രഹനും, ജോൺ മണക്കാട്ടച്ചനും, പീറ്റർ തൈക്കുടത്തിൽ മോസന്മാരും, അഗസ്റ്റിൻ കളത്തരച്ചനും, പോൾ അച്ഛനും, ജോസഫ് കളത്തരച്ചനും, ജോർജ് കളത്തരച്ചനും, മറ്റെല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സിസ്റ്റർ ഫിലോമിന, സിസ്റ്റർ റബേക്ക, മറ്റ് എല്ലാ
നിദ്ര പ്രാപിച്ച എല്ലാവർക്കും പ്രകാശവും ശാന്തിയും നൽകി എങ്ങനെയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആസ്തവരരായ എല്ലാ സഹോദരങ്ങളും അങ്ങ് ദയാലുവായ പിതാവാണ് അനുഭവപ്പെടുവാനും അവരുടെ ഹൃദയത്തിൽ നിത്യാവശ്യത്തിന്റെ പ്രത്യാശ ഉണ്ടാക്കുവാനും കൃപയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭക്തിസ്ഥിര വിശ്വാസത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും സ്വർഗ്ഗരാജ്യത്തിലെ മഹത്വത്തിൽ ഒന്നുചേരുവാൻ അനുഗ്രഹമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമായ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും നമ്മുടെ സ്നേഹിതരായിട്ടുള്ളവരും അവരെയെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ പ്രത്യേകം ഏൽപ്പിക്കാം. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ കോവിഡ് മൂലം മരണമടഞ്ഞ ഒരുപാട് സഹോദരങ്ങളോട് ന്യായമായ അർഹിക്കുന്ന ഒരു സംസ്കാരം പോലും പലയിടങ്ങളിലും അവർക്ക് കിട്ടിയിട്ടില്ല. ആരോഗ്യ കാരണങ്ങളാൽ വളരെ ചുരുക്കം പേര് സ്വന്തപ്പെട്ടവർ പോലും ഇല്ലാതെ കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുന്ന പുറത്തെടുത്ത് ഒരു സഹോദരി അടക്കം ചെയ്തത് വേറെ 2 സഹോദരങ്ങൾ നാട്ടിൽ നിന്ന് വന്ന് സഹായിച്ചുകൊണ്ടാണ്. കാരണം വീട്ടിലുള്ളവരെല്ലാം കുറഞ്ഞില്ലായിരുന്നു. അതുപോലെ എത്രയോ സ്ഥലങ്ങളിലാണ് നാട്ടിൽ പോയി അടക്കാൻ പറ്റാതെ വേറെ നാട്ടിൽ കൊണ്ടുപോയി അടക്കി. ഇനി അവരെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ ഒരുപാട് സന്ദർശിക്കാനും പോലും അവസരമില്ലാത്ത ഈ നാളുകളിലുണ്ടായ കെടുതികൾ വളരെ വലുതാണ്. നമുക്ക് ചിന്തിക്കുകയും ഊഹിക്കുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ ദുഃഖമാണ് പല മനുഷ്യരുടെയും മനസ്സിൽ ഇപ്പോഴുള്ളത്. അതെല്ലാവരുടെയും ആശ്വസിപ്പിക്കണം. എല്ലാ മനുഷ്യർക്കും എല്ലാ പലതരത്തിൽ ശാന്തി നൽകണം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവാനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് നിത്യസൗഭാഗ്യം എല്ലാ പലതരത്തിലും നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ കാണിക്കകളെ പ്രീതിപൂർവ്വം പാർക്കണമേ. അങ്ങയുടെ മഹാകാരുണ്യത്തിന്റെ പ്രകാശികളാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അവർത്തോടുകൂടെ മഹത്വത്തിലേക്ക് സംഭരിക്കപ്പെടുമാറാകട്ടെ, സ്വീകരിക്കപ്പെടുമാറാകട്ടെ. എന്നും ജീവിച്ചുമായി തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുമെന്ന് നമ്മുടെ കർത്താവായ ദൈവത്തിന് നാം പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷ
രക്ഷാകരവുമാണല്ലോ. എന്നാൽ ഞങ്ങളെല്ലാവരും മരിക്കാതിരിക്കാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കാൻ ഒരാൾ തന്നെ മരിക്കാൻ തിരുമനസ്സാണ്. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, ഈശ്വരന്മാർ വലിയ എല്ലാ സ്വർഗീയവൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. വിശ്വാസത്തിന്റെ രഹസ്യം ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോപരിയൽപ്പം ഓർത്തുകൊണ്ടതിന്റെ മുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഈ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ ജോസഫ് മെത്രാനും വൈദിക ഗണത്തോടും സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച് അങ്ങേ ദാസരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടത്തോട് ഒന്നായി തീർന്നിട്ട് അവിടത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും
എത്രയോ മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തീനോസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ പിരിഞ്ഞു ഞാൻ
പാപത്തിൽ ജീവിച്ചു രോഗിയായ നിന്നോടെ കൽപ്പന ലംഘിച്ചു ഞാൻ. പാപത്തിൽ ജീവിച്ചു രോഗിയായ ഞാൻ രക്ഷകനായ എന്റെ കൈവിടല്ലേ. കാരുണ്യമേ തള്ളിയല്ലേ. സ്നേഹമേ എന്നെ നീ സ്വീകരിക്കൂ. സ്വർഗ്ഗത്തിൽ ആനന്ദ മന്ദിരത്തിൽ ദൂതരെ കൈക്കൊണ്ട സ്നേഹമാണ്. കള്ളനെ മോചിച്ച സ്നേഹമാണ്. ഞാൻ ചെയ്ത കുറ്റങ്ങൾ ഓർത്തിടല്ലേ. സ്വീകരിക്കെന്നെ മന്ദിരത്തിൽ രക്ഷകനായ എന്റെ കൈവിടല്ലേ. കാരുണ്യമേ തള്ളിയല്ലേ. സ്നേഹമേ എന്നെ നീ സ്വീകരിക്കൂ. സ്വർഗ്ഗത്തിൽ ആനന്ദ മന്ദിരത്തിൽ. സഹോദരങ്ങളെ, ഒരുപാട് പേര് നമുക്ക് സമർപ്പിക്കേണ്ട ഒരു ബലിയാണത്. എന്നാൽ ഈ പ്രത്യേകതകളിൽ നിർവാഹമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അറിയിപ്പുകളിലൂടെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, അതോടെ നിയന്ത്രിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. സെമിത്തേരിയിൽ ഇന്നും സാധിക്കുന്ന പോലെയും നാളെയും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് സെമിത്തേരി സന്ദർശനം നടത്തി കുഴിമാടത്തിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. തിരക്ക് ഉണ്ടാകാതെയും കൂട്ടക്കൂടാതെയും ശ്രദ്ധിക്കേണ്ടതും ഈ കാലഘട്ടത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ആവശ്യമാണ്. ഇപ്പോൾ തന്നെ റെസ്പോൺസിബിളായിട്ട് ഇവിടെ വൈകിട്ട് ഉണ്ടാകും എന്ന കാര്യം അറിയിക്കുകയാണ്. നാളെ ഇന്ന് ഈ ദിവസത്തിന് ശേഷം റെസ്പോൺസ് ഏറ്റവും പ്രധാനപ്പെട്ട സഭാനേതാക്കന്മാർക്ക് എല്ലാം മനുഷ്യവിശ്വാസങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കുഴിമാടം വെച്ചിരിക്കുന്നതുമാണ്. ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾ ചെയ്തിരുന്ന എല്ലാ ശുശ്രൂഷകർക്കും പ്രത്യേകിച്ച് ആൻഡ്രൂസ്, മെൽക്കസ്, ജൂഡ് അതുപോലെയുള്ള എല്ലാവർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഈ അസമയത്താണെങ്കിൽ ഈ ഒരുക്കത്തോടെ കാറിൽ നിന്ന് സഹായം ചെയ്ത എല്ലാവർക്കും ഇത് പറയുന്നവർക്കെല്ലാം നന്ദി അറിയിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ജീവനും പുനരുദ്ധാനവും ഞാനും എന്ന് വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. എന്റെ വിശ്വാസം ഉറപ്പിച്ച് ജീവിക്കുന്നവർ നിത്യമായി മരിക്കുകയില്ല. നമ്മുടെ ശത്രുക്കൾ നമ്മെ നിരീക്ഷിക്കുമെന്നും നമ്മുടെ ഭ്രാന്തന്മാരോട് കാരുണ്യം കാണിക്കുമെന്നും എന്റെ വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കുമെന്നും എന്റെ വിശുദ്ധരായ പ്രവാചകന്മാർ വഴി ആദ്യം മുതൽക്കേ അവർ അനുസരിച്ച് പ്രബലനായ രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. പ്രകാശത്തിന്റെയും സമാധാനത്തിന്റെയും മന്ദിരത്തിലേക്ക് അവർ കടന്നു വരാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കോവിൽ ദിവ്യപൂജ സമാപിച്ചു.
So
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നത് നിത്യജീവനം പ്രദാനം ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ വൈദികർ പോൾ എലവന്തച്ചൻ, ജോസഫ് കളത്തറച്ചൻ, ജോർജ് കളത്തറച്ചൻ എന്നിവരുടെ പാപ കറകൾ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, മർത്യർക്ക് ജീവനും വിശുദ്ധർക്ക് ആനന്ദവും അങ്ങാണല്ലോ. ഞങ്ങളുടെ പരേതരായ സന്യസ്തർ സിസ്റ്റർ ഫിലോമിന, സിസ്റ്റർ ലോറേറ്റ എന്നിവരുടെ സകലവിധ പാപകരങ്ങളിൽ മോചിപ്പിച്ച് മഹത്വത്തോടെ സ്വർഗ്ഗരാജ്യം പ്രാപിക്കുവാൻ കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. Nami
കാലഘട്ടത്തിൽ കോവിഡ് മഹാമാരി മൂലം എല്ലാ സഹോദരങ്ങൾക്കും ഒപ്പം ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കൾക്കും കേന്ദ്രമായ വിശുദ്ധമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും ആവശ്യത വഴി സ്വർഗീയ സൗഭാഗ്യം ലഭിക്കാൻ കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ വിശ്രാന്തി നൽകണമേ. വിശ്വാസകരാത്മാക്കളും കർത്താവിന്റെ കാര്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ.